നമസ്കാരം. കേരള രാഷ്ട്രീയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ CPM അവതരിപ്പിക്കുന്നത് വികസനത്തിന്റെ തുടർച്ചയല്ല, മറിച്ച് അധികാരത്തിന്റെ കേന്ദ്രീകരണമാണ്. മൂന്നാം പിണറായി അല്ലെങ്കിൽ LDF 3 എന്ന പേരിലുള്ള സമൂഹ മാധ്യമ പ്രചാരണത്തിലൂടെ കുടുംബാരോപണങ്ങളിലും അഴിമതി വിവാദങ്ങളിലും മുങ്ങിക്കുളിച്ച ഒരു ഭരണകൂടത്തിന്റെ തലവനെ വീണ്ടും സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന അധികാരത്തിന്റെ വാശിയാണ്. പരമ്പരാഗത രാഷ്ട്രീയ രീതികളെ തകർത്തെറിഞ്ഞ ഈ സോഷ്യൽ മീഡിയ നീക്കം മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കാനുള്ള CPM നേതൃത്വത്തിന്റെ ശ്രമമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്ന് പാഠമൊന്നും പഠിക്കാതെ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിക്കപ്പെടുന്ന ഒരു നേതൃത്വത്തെ വീണ്ടും മുന്നിൽ നിർത്തുന്നത് CPMന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് തുറന്നു കാട്ടുന്നത്. ഈ തുടർച്ചാവാദത്തെ UDF നേരിടാൻ ഒരുങ്ങുന്നത് അഴിമതിയുടെ കണക്കുകളും യുവാക്കളുടെ പ്രതിഷേധവും ശശി തരൂരിനെ പോലെയുള്ള ജനകീയ നേതാക്കളുടെ സാന്നിധ്യവും ഉപയോഗിച്ചാണ്. ചോദ്യം ഇതാണ്: 2026 കേരളം തെരഞ്ഞെടുക്കുന്നത് അധികാരത്തിന്റെ കേന്ദ്രീകരണമോ അതോ മാറ്റത്തിനായുള്ള വിധിയെഴുത്തോ? കേരള രാഷ്ട്രീയം ഇന്നൊരു നിർണായക വഴിത്തിരിവിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPMന് അതിജീവനത്തിന്റെ രാഷ്ട്രീയ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ആര് മുന്നിൽ നിന്ന് നയിക്കുമെന്ന പരമ്പരാഗത ചോദ്യത്തിന് ഉത്തരം നൽകാൻ പാർട്ടി കാത്തുനിന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കാതെ CPM സംസ്ഥാന ഘടകം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ഡിജിറ്റൽ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിണറായി 3 അല്ലെങ്കിൽ LDF 3 എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തിയിരിക്കുന്നു. മത്സരിക്കില്ലെന്ന സൂചനകൾ ഉണ്ടായിട്ടും മത്സരിക്കാതെയും പ്രചാരണം നയിക്കാമല്ലോ എന്ന മറുപടിയിൽ ഒളിപ്പിച്ച സസ്പെൻസ് ഇന്ന് തുടർച്ച എന്ന ഒറ്റ വാക്കിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിപ്രഭാവത്തിൽ ഊന്നിയുള്ള ഈ സമീപനം പരമ്പരാഗത രാഷ്ട്രീയ രീതികളെ മാറ്റിമറിക്കുന്നു. രണ്ടാമതായി, ഇത് മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലും പാർട്ടി നൽകിയ പിന്തുണ പടിയിറങ്ങാൻ തയ്യാറല്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ കേന്ദ്രീകൃത ശക്തിയെയാണ് അടയാളപ്പെടുത്തുന്നത്. പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഈ രാഷ്ട്രീയ പോരാട്ടത്തെ അഴിമതി ആരോപണങ്ങളും ശശി തരൂർ പോലുള്ള നേതാക്കളുടെ സാന്നിധ്യവും ഉപയോഗിച്ച് നേരിടാൻ UDF തയ്യാറെടുക്കുമ്പോൾ ആരാകും 2026 കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കേരള രാഷ്ട്രീയം. തുടർച്ചയായ മൂന്നാം വിജയത്തിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കളമൊരുക്കുമ്പോൾ മുന്നണിയുടെ നേതൃത്വം ആര് വഹിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് കാത്തു നിൽക്കാതെ CPM സംസ്ഥാന ഘടകം തന്നെ ഇതിനുള്ള സൂചനകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകി തുടങ്ങിയിരിക്കുന്നു. പിണറായി 3 അല്ലെങ്കിൽ LDF 3 എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയിലാണ്. പാർട്ടിയോ മുഖ്യമന്ത്രിയോ മത്സരിക്കുന്ന കാര്യത്തിൽ പരസ്യമായി പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലെ ഈ നീക്കം CPM രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തന്ത്രമായി വിലയിരുത്തപ്പെടാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പിണറായി വിജയൻ നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വ്യക്തതയുണ്ട്. എങ്കിലും മത്സരിക്കാതെയും പ്രചാരണം നയിക്കാമല്ലോ എന്ന പാർട്ടി സെക്രട്ടറിയുടെ മുൻ പ്രതികരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു രാഷ്ട്രീയ സസ്പെൻസ് നിലനിർത്തുന്നതാണ്. മത്സരിക്കാനില്ലെന്ന സൂചന നേരത്തെ നൽകിയ പിണറായി നിലവിൽ വീണ്ടും മത്സര രംഗത്തുണ്ടാകുമെന്ന സൂചനകളാണ് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ നൽകുന്നത്. ഇതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കും എന്നത് മാത്രമാണ്. പിണറായി 3 പ്രചാരണം സൂചിപ്പിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവവും ഭരണ നേട്ടങ്ങളും, അതായത് വികസന പദ്ധതികളും ഒക്കെ മുൻനിർത്തി വോട്ട് നേടുക എന്നതാണ് പ്രധാന തന്ത്രം. അപ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കിയാണ്: ഭരണ നേട്ടങ്ങൾ. അതൊരു ഒന്നൊന്നര ചോദ്യം തന്നെയാണ്. നേതൃത്വത്തിലുള്ള തുടർച്ച ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചത് പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്ന് മാറി ഡിജിറ്റൽ പ്രചാരണത്തിന് പാർട്ടി നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. എന്നാൽ പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ അപ്രമാദിത്യം വ്യക്തമാക്കുന്നതാണ് സമീപകാല സംഭവ വികാസങ്ങളൊക്കെ. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലൂടെയും പാർട്ടിയുടെയും സർക്കാരിന്റെയും നിയന്ത്രണം അദ്ദേഹം പൂർണ്ണമായി ഉറപ്പിച്ചു കഴിഞ്ഞു. കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂറ് ഉറപ്പിച്ചത് ശ്രദ്ധേയമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിനായുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും MLA-മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്കും അദ്ദേഹം നേരിട്ട് നേതൃത്വം നൽകുന്നത് പടിയിറങ്ങാൻ തയ്യാറല്ലാത്ത ശക്തനായ ഒരു നേതാവിന്റെ ചിത്രമായാണ് പലരും കാണുന്നത്.
ഈ സോഷ്യൽ മീഡിയ തന്ത്രം CPM-ന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തുടക്കമാണ്. നേതൃത്വത്തിൽ മാറ്റമില്ല, തുടർച്ചയാണ് ലക്ഷ്യമെന്ന സന്ദേശം എതിരാളികളിലേക്കും അണികളിലേക്കും കൃത്യമായി എത്തിക്കുകയാണ് ഇതിലൂടെ. ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോൾ വരുമെന്ന ആകാംക്ഷ നിലനിൽക്കുമ്പോഴും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം പിണറായി വിജയൻ എന്ന കേന്ദ്രീകൃത ശക്തിയിലേക്ക് വീണ്ടും ചുരുങ്ങുകയാണ്. CPM-ന്റെ തുടർച്ച എന്ന വാദത്തെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കുടുംബ ഭരണ വിവാദങ്ങളും ഉപയോഗിച്ച് നേരിടാനാണ് UDF തയ്യാറെടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷവും ഒരു കുടുംബത്തിന് വേണ്ടി പാർട്ടി കുടപിടിക്കുന്ന കാഴ്ച CPM-ന്റെ അടിത്തറ ദുർബലമാക്കുന്നതാണ്. വികസനത്തിന്റെ തുടർച്ച എന്ന ലേബലിൽ അവതരിപ്പിക്കുന്നത് അധികാര കൊതിയുടെ തുടർച്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവികാരം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വജനപക്ഷപാതവും ദുർഭരണവും ആരോപിക്കപ്പെടുന്ന ഒരു നേതൃത്വത്തെ വീണ്ടും അടിച്ചേൽപ്പിക്കാനുള്ള ഈ ശ്രമം കേരളത്തിലെ ജനാധിപത്യത്തിന് നല്ലതല്ല. UDF ഈ സോഷ്യൽ മീഡിയ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നൽകിയ ആത്മവിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ UDF ശ്രമിക്കും. ശശി തരൂർ പോലുള്ള ജനപ്രിയ മുഖങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് യുവാക്കൾക്കിടയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതൃത്വവും ലക്ഷ്യമിടുകയാണ്. കേരള രാഷ്ട്രീയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കവാടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: CPM തങ്ങളുടെ ഭാവി തീരുമാനങ്ങൾ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം വിജയത്തിനായി CPM ആവിഷ്കരിച്ച ഡിജിറ്റൽ ആക്രമണത്തിന്റെ അച്ചുതണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.